ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 ഡേയ്സ് പ്ലാനാണ്. നമ്മുടെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന PSC ഉണ്ട്. നവംബർ 20th നടക്കാൻ പോകുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, പിന്നെ ആർക്കിയോളജി. അതിൻ്റെ കൂടെ വേറെ ഒരു ഫാർമസിയുടെ കൂടെ വരുന്നുണ്ട്. അത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നല്ല, എനിക്കത് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പം ഈ ടെക്നിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടേതും ഈ നമ്മുടെ ആർക്കിയോളജിയുടെ ഇതിൻ്റെ രണ്ടിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണ്. ആ എക്സാമിന് ഒരു 60 ഡേയ്സ് പ്ലാനാണ് ഞാൻ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾക്കും ഇത് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. കാറ്റഗറി നമ്പർ 527, 578, 580 2023 ഈ കാറ്റഗറി നമ്പറിൽ വരുന്ന എക്സാംസാണ്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇത് നോക്കാം. ഇതിനകത്ത് ആർക്കിയോളജി, പിന്നെ ടെക്നീഷ്യൻ ഫാർമസി, പിന്നെ എന്താണ് നമ്മുടെ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, ഇതിൻ്റെയാണ് വരുന്നത്. ഇതിൻ്റെ സിലബസ് എന്ന് പറയുമ്പം നമുക്കിതിനകത്തൊരു 9 മൊഡ്യൂൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇത് പ്യുവറായിട്ടും കെമിസ്ട്രി മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. അറ്റോമിക് സ്ട്രക്ചർ, അതാണ്ട് നമ്മുടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം, ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, ദെൻ ഹാലോജനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്, പിന്നെ നമ്മുടെ ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈതേഴ്സ്, എപ്പോക്സൈഡ്സ്, നൈട്രജൻ കോമ്പൗണ്ട്സ്, കാർബണൈൽ കോമ്പൗണ്ട്സ്, കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. ഇതൊക്കെ 6 മാർക്സിനേ വരുന്നുള്ളൂ. പിന്നെ ഗ്യാഷ്യസ്, ലിക്വിഡ്സ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്, അയോണിക് ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയ, ഫേസ് ഇക്വിലിബ്രിയ, അതും 6 മാർക്കിന് തന്നെ. പിന്നെ കെമിക്കൽ തെർമോഡൈനാമിക്സ്, കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി ആൻഡ് കാറ്റലിസ്, പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി, പിന്നെ സ്പെക്ട്രോസ്കോപ്പി. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പ്യുവറായിട്ടും കെമിസ്ട്രി മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പം BSc കെമിസ്ട്രി പഠിച്ചവർക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിന് ഒരു എന്താ പറയുക, ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാന് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കുകയാണ് ഞാൻ. ഇപ്പോൾ നമ്മളെ മുമ്പിൽ 60 ഡേയ്സ് അല്ല, കുറച്ച് കൂടുതൽ ടൈം ഉണ്ട്. ഒരുപാട് ടൈമില്ല എങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ ടൈമുണ്ട്. ഞാനൊരു സെപ്റ്റംബർ 1 തൊട്ട് എടുക്കുവാണ്. സെപ്റ്റംബർ 1 കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു, എങ്കിലും ഞാൻ ആ ഒരു ഇത് വെച്ച് എടുക്കുവാണ്. സെപ്റ്റംബർ 1 തൊട്ട് നവംബർ 20th നമുക്ക് എക്സാം വരുന്നത്. നവംബർ 20 എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ ഈ സെപ്റ്റംബർ 1 എന്നുള്ളത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് ടൈമുണ്ട്. ഇന്നലെ അയ്യോ കഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കേണ്ട. നമുക്കൊരു നവംബർ 10 വരെ എടുത്താൽ മതി. അത് നമ്മൾ ലാസ്റ്റ് അറ്റം വരെ പഠിക്കേണ്ട ആവശ്യമില്ലെന്നല്ല, അത് നമുക്ക് സ്ട്രെസ്ഫുള്ളായിരിക്കും. ആ ലാസ്റ്റ് 10 ഡേയ്സ് നമുക്കൊരു റിലാക്സേഷനും നമുക്കൊന്ന് ജോളിയായിട്ടിരിക്കാനും നമുക്ക് റിവിഷനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കാമെന്നിപ്പോൾ വിചാരിക്കാം. ചിലപ്പോൾ ആ സമയം നമുക്ക് പഠിക്കേണ്ടി വരും, എന്നാലും നമുക്കിപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യാം. ഇനി ഈ സെപ്റ്റംബർ 1 തൊട്ട് നവംബർ 10 വരെയുള്ള ടൈം, ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കേണ്ട ടൈം. അതായത് 2 മാസമാണ്. 2 മാസത്തിൽ ഇപ്പോൾ ഒരു മാസം 30 ഡേയ്സ് വെച്ച് എടുക്കാം. നമുക്ക് സെപ്റ്റംബറിൽ 30 ഡേയ്സ് എന്ന് എടുക്കാം, ഒക്ടോബറിൽ 30 ഡേയ്സ് എന്ന് എടുക്കാം. അപ്പോൾ എത്ര ടോട്ടൽ നമുക്ക് ഒരു 60 ഡേയ്സ് കിട്ടുന്നുണ്ട്. ആ 60 ഡേയ്സ് വെച്ചിട്ടുള്ളൊരു പ്ലാനാണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത്. 60 ഡേയ്സ്. അപ്പം ഈ 60 ഡേയ്സിൽ നമുക്ക് നവംബർ 1 to 10 ഉണ്ടല്ലോ ലാസ്റ്റ്, അതായത് 60 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു 20 ഡേയ്സ്, അതിൽ 10 ഡേയ്സ് നമ്മൾ റിലാക്സേഷൻ എടുത്തു. ബാക്കിയൊരു 10 ഡേയ്സ് ഉണ്ടല്ലോ, അതായത് 1 to 10, നവംബർ 1 to 10 ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയ പോർഷൻസ് ഉണ്ടാവാം. നമുക്ക് ഇത് പിന്നീട് പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതോ അല്ലെങ്കിൽ അങ്ങനത്തെ പോർഷൻസ്. പിന്നെ നമ്മളെ മോക്ക് ടെസ്റ്റുകൾ, എക്സാംസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കുമ്പോൾ ഉള്ള എക്സാംസ് അല്ല, എക്സ്ട്രാ ഉള്ള എക്സാംസ് ഉണ്ടല്ലോ, ലാസ്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സാംസ് കാണുമല്ലോ, ആ എക്സാംസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ 60 ഡേയ്സ് ഉണ്ട്. 60 ഡേയ്സിൽ നമുക്ക് ടോട്ടലായിട്ട് എത്രയാണ് ഉള്ളത്? നമുക്ക് മൊഡ്യൂൾസ് 9 മൊഡ്യൂൾസാണ് ഉള്ളത്. 9 മൊഡ്യൂൾസും 60 ഡേയ്സുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ 60 ഡേയ്സിൽ കൊണ്ട് ഈ 9 മൊഡ്യൂൾ നമുക്ക് എന്താ പറയുക, സുഖമായിട്ട് കവർ ചെയ്യാം. അതിപ്പോൾ കെമിസ്ട്രി ബേസ് ഉള്ളവർക്കോ ഇല്ലാത്തവർക്കോ ഇത് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിൽ ഈച്ച് ഡേ എന്തോന്ന് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം എൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ആവണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ തീരുമാനിക്കുക. എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഈ 60 ഡേയ്സ് വെച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. കാരണം എൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ആവണമെന്നില്ല ഈ ഒരു കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് ഓരോ ദിവസവും എന്ത് പഠിക്കാം എന്നുള്ളത് ആദ്യം ഈസി ടോപ്പിക്സ് എടുത്ത് പഠിക്കാം. പിന്നെ ടഫായിട്ടുള്ള എങ്ങനെയായാലും തിരിച്ചായാലും ഓക്കെയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതല്ലാതെ സെപ്പറേറ്റ് ഈച്ച് ഡേ ഒരു സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുക, നിങ്ങളും പഠിക്കുക. ഓക്കെ.